പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. മണി ബാഗ് ഷായി എടുത്തോണ്ട് പോകുന്ന വിചാരിച്ചു. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ ആൾക്കൊരു 5 ലക്ഷത്തിന്റെ ആവശ്യമില്ല. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ആൾക്കാരുടെ അവസരവും പോയി. ഇനി ഞാൻ അപ്പുറത്ത് നിന്നില്ലേ രക്ഷയില്ല മുതലാളി, എന്നോട് ക്ഷമിക്കണം. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ പട്ടി മോനെ. എടാ, ആവശ്യക്കാർ ആദ്യം എടുക്കട്ടെ, ആരും എടുത്തില്ലെങ്കിൽ മാത്രം നീ എടുത്തോണ്ട് പോകുന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. ഇതൊരു മാതിരി അതർ സൈഡ് പരിപാടി ഇപ്പേ. എന്താ മറ്റെടുത്ത പരിപാടി സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. അതിന്റെ കാല് പിടിച്ചിട്ടൊന്നും നമുക്ക് ആ പെട്ടി എടുത്തിട്ട് പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? അവൻ എനിക്ക് ഷെയ്ക്കാൻഡ് തരാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഷെയ്ക്കാൻഡ് പോലും ഞാൻ കൊടുക്കാൻ തയ്യാറായില്ല. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എണ്ണ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ഓക്കെ. ഒരു 10-20 വരെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അത് പോയി. പക്ഷെ ഈ ഷായി ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഷുവറായിരുന്നു. ആർക്കാണെന്ന് അറിയാം. നീ എങ്ങാനും പെട്ടെന്നൊരു സ്ഥലം എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട ഞാൻ ചിരിക്കാം. ചിരിക്കരുത്. അഥവാ നിന്നെ പോലീസ് പിടിച്ച ഞാൻ ചേട്ടന്റെ പേരും പറയാം. പറയരുത്. എല്ലാം നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.